CPIM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി നിയുക്ത തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ. സന്ദർശനം തീർത്തും വ്യക്തിപരമെന്ന് കോടിയേരിയുടെ കുടുംബം പറഞ്ഞു. TK ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്ന് വിളിക്കില്ലെന്ന് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചർച്ച CPIM അനികജീവമാണ്. നിലവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ് ആ ചർച്ചകളുടെ മുനയൊക്കെയും. തളിപ്പറമ്പ് മണ്ഡലത്തിൽ TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയാകാൻ ഇടയായ സാഹചര്യം ഉൾപ്പെടെയാണ് പാർട്ടി സെക്രട്ടറിക്കെതിരായ വിമർശനത്തിന്റെ കാരണം. ഇതിനിടയിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് നിയുക്ത തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ എത്തിയത്. ഭാര്യ KP രമണിക്കൊപ്പമാണ് ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിലെത്തിയത്. കോടിയേരി സ്മൃതി മ്യൂസിയം സന്ദർശിച്ച ശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. വർഗവഞ്ചകൻ എന്ന് TK ഗോവിന്ദനെ താൻ വിളിക്കില്ലെന്ന് വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളെ വീട്ടിൽ ആര് വരുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കും. അത് ഞങ്ങളെ മറക്കാത്തത് കൊണ്ട് ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതല്ലേ. മറ്റ് നേതാക്കൾ വർഗവഞ്ചകൻ എന്നാണ് വിളിച്ചത് അദ്ദേഹത്തെ. അയ്യോ, അതെന്റെ വിഷയമല്ല, അതെനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മ്യൂസിയം എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടത് എൻ്റെ പാർട്ടിക്കാൾ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. സന്തോഷമുണ്ട് TK ഗോവിന്ദൻ മാഷ് അവിടെ വിജയിച്ചതിൽ. എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത്? ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടല്ലേ വിജയിച്ചത്, അല്ലേ? അതുകൊണ്ട് വെറുതെ മാഷ് ഞാൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചല്ലോ. അപ്പം ജനങ്ങളുടെ ഇതിനെ ഞാൻ മാനിക്കണ്ടേ? ഞാൻ ജനവിധി മാനിക്കുന്നു. സന്ദർശനം വ്യക്തിപരം മാത്രമെന്നും ആശയസംഘടനം വ്യക്തിബന്ധവും രണ്ടും രണ്ടാണെന്നും ബിനീഷ് കോടിയേരിയും വ്യക്തമാക്കി. ഏത് പാർട്ടി നേതാക്കളുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. പാർട്ടിയുടെ എതിരായിട്ട് മാഷംഗത്തിന് നിലപാടെടുക്കേണ്ടി വന്നു. അത് പാർട്ടി തന്നെ അതിനോട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാർട്ടി നിലപാടെന്നുള്ളത് ഇതൊരു വ്യക്തിപരമായിട്ട് മാത്രം കാണേണ്ടുന്ന ഒരു വിഷയമായിട്ട് അതിനെ മാറ്റണം എന്നുള്ളത് മാത്രമേ. ഉരുക്കുകോട്ടയായ തളിപ്പറമ്പിൽ CPIMനെ തറപറ്റിച്ച് UDFനായി മണ്ഡലം പിടിച്ച TK ഗോവിന്ദൻ കണ്ണൂർ DCC ഓഫീസിലെ സ്വീകരണ ശേഷമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തിയത്. CPIM തിരുത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അധര വ്യായാമം മാത്രമാണെന്നായിരുന്നു സന്ദർശനത്തിന് മുന്നേ മാധ്യമങ്ങളോടുള്ള TK ഗോവിന്ദന്റെ പ്രതികരണം. CPM പല ഘട്ടത്തിലും തെറ്റുതിരുത്തൽ ചർച്ചകൾ നടക്കും. അത് വേറൊരു അധര വ്യായാമം മാത്രമാണ്. ഒരാളും അതിന്റെ പേരിൽ തെറ്റുതിരുത്തിയ അനുഭവം എനിക്കില്ല. മേലെയൊന്നുമില്ല, താഴെയൊന്നുമില്ല. പിന്നെ അതിങ്ങനെ ഒരു ചടങ്ങായി എല്ലാ കാലത്തും നടക്കും. ഇപ്പോൾ ആ ചടങ്ങ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റുതിരുത്താൻ വേണ്ടി ഒരു ചർച്ചയും റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ഒരാളും തെറ്റുതിരുത്താൻ പോലില്ല. MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് പാർട്ടി വിട്ട TK ഗോവിന്ദൻ അട്ടിമറി വിജയത്തിന് ശേഷം കോടിയേരിയുടെ വീട്ടിലെത്തുമ്പോൾ രണ്ട് CPIM സംസ്ഥാന സെക്രട്ടറിമാരുടെ താരതമ്യം കൂടിയാണ് ചർച്ചയാകുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.